Hi friends, welcome back. വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Realme C20 ആണ്. ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ബോക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഫോണുള്ളത്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ Realme ഫോണുകളിലുള്ള പോലെ തന്നെ ഒരു മഞ്ഞ കവറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബോക്സിൻ്റെ പ്രൈസ് 8,000 ആണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് 6,800 ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ പൊക്കത്തായിട്ട് ഒരു മിനി ബോക്സ് കിട്ടും. അതിൻ്റെ ബാക്കിലായിട്ടാണ് ഇജക്ഷൻ ടൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഇരിപ്പുണ്ട്. മൊബൈലിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഡേറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. USB to മൈക്രോ USB ഡേറ്റ കേബിളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് സി ഡേറ്റ കേബിൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ടൈപ്പ് സി ഡേറ്റ കേബിൾ ഒരു ഫോണിലും ലഭിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയും ലെങ്തും അത്യാവശ്യം നല്ലതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. നല്ല വലിയ ചാർജിങ് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നോർമൽ ചാർജിങ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. 2 ആംപിയർ 5 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. നോർമൽ ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് ഫോൺ സപ്പോർട്ട് ചെയ്യില്ല, അവർ കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കവറും അതുപോലെ തന്നെ സ്ക്രീൻ കാർഡും ഒന്നും കൊടുത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ ബോക്സിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഇത്ര മാറ്റി വെച്ചിട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. ഗ്രേ കളർ വേരിയൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് പാനൽ ഹാർഡ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ റിയൽമി C സീരീസിലുള്ള ഫോണിൽ നിന്ന് അധികം വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. താഴത്തായിട്ട് റിയൽമിയുടെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ റിയൽമി C11 കണ്ടുണ്ടെങ്കിൽ അതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ചില ക്യാമറയിലും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. പിന്നെ ക്യാമറ വന്നൊരു ബാക്ക് ക്യാമറ സിംഗിൾ ക്യാമറയാണ് വന്നിരിക്കുന്നത്. 8 MB പ്രൈമറി ക്യാമറ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 5 MB ആണ് വന്നിരിക്കുന്നത്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആവറേജ് ആണ് ക്യാമറയുടെ പെർഫോമൻസ്. പക്ഷേ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ പറ്റും. ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. C സീരീസിൽ വലിയ മാറ്റങ്ങളൊന്നും ഇവർ വരുത്തിയിട്ടില്ല കമ്പനി. അപ്പോൾ ഇനി നമുക്കിത് ബൂട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത് 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. IPS HD+ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണിലൊന്നും ഫുൾ HD+ ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് HD+ ഡിസ്പ്ലേ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് സാധാരണ റിയൽമി ഫോണുകളുള്ള പോലെ തന്നെ നോർമൽ യൂസർ ഇൻ്റർഫേസ് ഒക്കെയാണ് വരിക. അതിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ റിയൽമി ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആപ്പ് ഡ്രോവർ അവൈലബിൾ ആണ്. നോർമൽ എല്ലാ റിയൽമി ഫോൺസിലും ഒരേ UI ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമലായിട്ടാണ് നമുക്ക് തോന്നുക. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിട്ടാണ് തോന്നിയത്. പ്രൈസ് റേഞ്ചിൽ IPS ഡിസ്പ്ലേ വരുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വെയിലത്തൊക്കെ സുഖമായിട്ട് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഞാൻ എൻ്റെ ഡിസ്പ്ലേ നിങ്ങളെ ഒന്ന് ഫുൾ ബ്രൈറ്റ്നസ്സിലിട്ട് കാണിച്ചു തരാം. എഡ്ജസും നോച്ചസും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നോച്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പൊക്കത്തായിട്ടാണ് ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുള്ളത്. 5 MB ഫ്രണ്ട് ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ഡ്രോബാക്കായിട്ട് ഒന്നും ഇതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. അതെന്തായാലും ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഡിസ്പ്ലേ ഫുൾ ബ്രൈറ്റ്നസ്സിലിട്ട് കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ സിം ട്രേ വന്നിരിക്കുന്നത്. നോർമൽ സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. 2 മെമ്മറി കാർഡും ഒരു സിം കാർഡും ഒരേ സമയത്ത് ഇടാം. ഹൈബ്രിഡ് സ്ലോട്ട് അല്ല ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. താഴത്തായിട്ട് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്കും അതുപോലെ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ടാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. റിയൽമി C സീരീസ് നേരത്തെയൊക്കെ താഴത്തായിരുന്നു സ്പീക്കർ വന്നിരിക്കുന്നത്. ഇതിൽ ബാക്കിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ബട്ടൺസ് വന്നിരിക്കുന്നത്. ടോപ്പ് സൈഡ് പ്ലെയിൻ ആണ്. ബട്ടൺസോ സ്പീക്കറോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത വേരിയൻ്റ് എന്ന് പറയുന്നത് 2GB 32GB വേരിയൻ്റ് ആണ്. അതിന് 6,800 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 32GB ആകെ 19GB നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി അതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റായിട്ട് വന്നിരിക്കുന്ന ആൻഡ്രോയിഡ് 10 ആയിരുന്നു. ആൻഡ്രോയിഡ് 11 കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷേ എന്തായാലും ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് ഉടനെ തന്നെ ലഭിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ അകത്ത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്.
സുഖമായിട്ട് ഒരു ദിവസം ഫുള്ള് ബാറ്ററി ബാക്കപ്പ് കിട്ടും. നമ്മൾ നോർമൽ യൂസർ ആണെങ്കിൽ 1-1.5 ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് സുഖമായിട്ട് കിട്ടും. അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ MediaTek G35 പ്രോസസ്സറാണ്. ഒരു നോർമൽ പ്രോസസ്സറാണ്, പക്ഷേ ഈ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വളരെ നല്ലൊരു പ്രോസസ്സറാണ് ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്രോസസ്സർ അല്ലെങ്കിൽ പെർഫോമൻസ് വെച്ചിട്ടാണ് ഒരു ഫോൺ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണും ഈ പ്രോസസ്സറും പറ്റില്ല. അങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഒരു മൾട്ടി ടാസ്കിംഗ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ നിന്ന് വിട്ട് നിങ്ങൾക്ക് 10,000 റുപ്പീസിനുള്ളൊരു ഫോൺ എന്തായാലും വാങ്ങേണ്ടി വരും. ഈ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സർ എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം 6800 MediaTekൻ്റെ G35 പ്രോസസ്സറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ നോർമൽ യൂസറാണ്, ഫേസ്ബുക്ക്, യൂട്യൂബ് അല്ലെങ്കിൽ വാട്സപ്പ് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, ചെറിയ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് പക്കയായിരിക്കും. ഹാങ്ങോ അല്ലാതെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഫോണിനെ പറ്റി പറയാനായിട്ട്. നിങ്ങളൊരു ബഡ്ജറ്റ് ഫോണാണ് നോക്കുന്നത്, അത്യാവശ്യം ഹാങ് ഒന്നും ഇല്ലാത്തത്, നോർമൽ യൂസ്, അതായത് വാട്സപ്പ് ചാറ്റിംഗ് ഒക്കെ ആയിട്ട് സിമ്പിൾ യൂസിനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് എന്തായാലും ചേരും. അല്ലാതെ നിങ്ങളൊരു ഹെവി യൂസറാണ് അല്ലെങ്കിൽ ഗെയിം കളിക്കാനൊക്കെയാണ് നിങ്ങൾ ഫോൺ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങാതിരിക്കുകയാണ് നല്ലത്. കാരണം അത്രയും പ്രൈസും ഇല്ല, അതിനുള്ള പെർഫോമൻസേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസ് നിങ്ങളായിരിക്കും 6800 ഉള്ളൂ, അപ്പോൾ അതിനുള്ള പെർഫോമൻസ് ഇത് കാഴ്ച വെക്കുള്ളൂ. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ എനിക്കൊരു നല്ലൊരു കോമ്പറ്റേറ്റീവ് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്, ഈ ഫോൺ വാങ്ങേണ്ട ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ ഫോണാണ്. നിങ്ങൾ എന്തായാലും ഈ യൂസർ ഇൻ്റർഫേസ് ഇഷ്ടപ്പെടണമെങ്കിൽ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒക്കെ Realme ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ യൂസർ ഇൻ്റർഫേസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. Realme എല്ലാ ഫോണുകളിലും ഒരേ യൂസർ ഇൻ്റർഫേസ് ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.